കപ്പൂർ മാരായൻകുന്ന് സഖാവ് PY ഹമീദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിന്നേഴ്സ് മീറ്റ് KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. മാരായൻകുന്ന് സഖാവ് PY ഹമീദ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ SSLC, +2, CBSE പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. ഫൗണ്ടേഷൻ രക്ഷാധികാരി MP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടി KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ITI പാസ്സായ, ഇപ്പോൾ ITC ഇല്ല, മുഴുവൻ ITIകളാണ്. ITI പാസ്സായ ഒരു കുട്ടിക്ക് പോളിടെക്നിക്കൽ ലാറ്ററൽ എൻട്രി മുഖേന സെക്കൻഡ് ഇയറിന് അഡ്മിഷൻ നേടാം. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ITI വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്കൽ ലാറ്ററൽ എൻട്രി മുഖേന ചേരുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയത്. ഈ സാധ്യതകളുടെ കവാടങ്ങളെല്ലാം നമ്മളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. വെറും +1 ചേരുക എന്നുള്ളത് മാത്രമല്ല, 10ാം ക്ലാസ് പാസ്സായവരുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. 10ാം ക്ലാസ് വരെ നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കണം, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ. അതാണ് 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിൻ്റെ പ്രത്യേകത. ഒരു കുട്ടിക്ക് സയൻസ് താല്പര്യമില്ല എന്ന് വിചാരിക്കില്ല. സയൻസ് താല്പര്യമില്ലെങ്കിലും ആ കുട്ടി സയൻസ് പഠിക്കണം. അനുമോദന ചടങ്ങിന് ശേഷം AP അഷ്റഫ് കുമരനെല്ലൂർ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസിന് നേതൃത്വം വഹിച്ചു. പാർട്ടി ലോക്കൽ സെക്രട്ടറി രാവുണ്ണിക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജനപ്രതിനിധികളായ KV ബാലകൃഷ്ണൻ, റവാഫ്, ജയലക്ഷ്മി, സൽമ ടീച്ചർ, സുജിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ഖാദർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ NM ഹസൻ നന്ദി പറഞ്ഞു. NCV ന്യൂസ്, തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.